ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച, അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ വീണ് മരണപ്പെട്ട എന്ന് പറയുന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ജോയിയുടെ ഘാതകരുടെ ഉത്തരവാദിത്വം ആർക്ക്? അത് മുനിസിപ്പാലിറ്റിക്ക്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനാണോ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവർക്കാണോ, അതോ ഇന്ത്യൻ റെയിൽവേക്കാണോ എന്നുള്ള വാക്പോര് ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യജീവൻ ഇതിലേക്ക്, ഈ പറഞ്ഞ ഇത് ദുർഗന്ധം വമിക്കുന്ന ഈ ഓട വൃത്തിയാക്കാൻ വേണ്ടി 1500 രൂപ ക്ക് വേണ്ടി, നിത്യജീവിതത്തിനു വേണ്ടി 1500 രൂപ കിട്ടുന്ന ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇവിടുത്തെ നഗരത്തെ ദുർഗന്ധം വമിക്കുന്ന ഈ നഗര മാലിന്യങ്ങളുടെ എല്ലാം തന്നെ ശേഖരമായിട്ട് നഗരത്തിലെ പലതരത്തിലുള്ള ഓടകളെല്ലാം ഉത്തരവാദികളാകുന്നു. അല്ലെങ്കിൽ ഓടകൾ നിയന്ത്രിക്കേണ്ട, ഓടകൾ വൃത്തിയാക്കേണ്ട നഗരസഭയാണോ, അതല്ലെങ്കിൽ 12 കിലോമീറ്ററോളം ചുറ്റളവ്, കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ നഗരപരിധിയുടെ 12 കിലോമീറ്ററോളം ചുറ്റളവിൽ വരുന്ന വിവിധങ്ങളായിട്ടുള്ള ഓടകൾ എല്ലാം തന്നെ മാലിന്യ കൂമ്പാരങ്ങളാണ്. ഈ മാലിന്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ 200ഓളം, കഷ്ടിച്ച് 200ഓളം മീറ്റർ മാത്രം വരുന്ന ഈ ഓടകൾ കണക്ട് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന 200ഓളം മീറ്റർ വരുന്ന റെയിൽവേയുടെ ഭാഗത്തും അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയിയെ രക്ഷാപ്രവർത്തകർ ഇറങ്ങി ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ 200 മീറ്ററോളം വരുന്ന റെയിൽവേയുടെ ഭാഗം അവിടെ പെട്രിഫൈഡ്, അത് പാറ പോലെ ഉറച്ചതാണ് എന്നാണ് ഫയർഫോഴ്സിൻ്റെ ADGP ശ്രീ പത്മകുമാർ പറഞ്ഞത്. അവിടെ അത്രയധികം എന്ന് പറയുമ്പോൾ ഈ 12 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്ന ഓടകൾ എല്ലാം തന്നെ ഇവിടെ വരുമ്പോൾ ഒഴുക്ക് നിലയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ഭാഗത്തും ഈ നഗരമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നഗരത്തിൽ വളരെയധികം ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരം നഗരം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തലസ്ഥാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ജീവൻ അതിനു വേണ്ടി നഷ്ടപ്പെട്ടു. ഈ ഓടയിൽ ഇറങ്ങുക, മനുഷ്യ വിസർജ്യങ്ങൾ ഉൾപ്പെടെ, മാംസങ്ങളുടെ വേസ്റ്റ്, മത്സ്യമാംസങ്ങളുടെ വേസ്റ്റ് തുടങ്ങി സർവ്വവിധ മാലിന്യങ്ങളും, പ്ലാസ്റ്റിക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള മാലിന്യങ്ങൾ ഒഴുകുന്ന ഈ തോടും ഓടയും ഒക്കെ തന്നെ വൃത്തിയാക്കിയിട്ട് ഉപജീവനം നടത്തുന്ന ജോയിയെ പോലുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തെ ആണ് കവർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും തന്നെ, നമ്മുടെ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ കൈയൊഴിയുന്നു. അവർ റെയിൽവേ പഴിചാരുന്നു. റെയിൽവേ പറയുന്നു ഈ 12 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാം തന്നെ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലല്ലോ, അത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് റെയിൽവേ പറയുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പിന്നെ മനസ്സിലാക്കുന്നത് ഇത് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന കനാലുകളും മറ്റും ആണല്ലോ എന്നുള്ള ആ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ പഴിചാരുന്നു. പക്ഷേ എങ്കിലും ഒരു ജീവനാണ് യഥാർത്ഥത്തിൽ കവർന്നിരിക്കുന്നത്, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിനാണ് പ്രധാന ഉത്തരവാദിത്വം. ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ പൊതുസമൂഹം, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നുള്ളതിലുപരി പൊതുസമൂഹമാണ് എന്നുകൂടെ എനിക്ക് പറയേണ്ടി വരുന്നു. കാരണം പൊതുസമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഇവിടെ എല്ലാം തന്നെ വീട്ടിലുള്ള ഖരമാലിന്യങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യാൻ, എളുപ്പത്തിൽ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ട് വഴിയരികിൽ, അല്ലെങ്കിൽ തോട്ടിൻ്റെ കരയിൽ, അല്ലെങ്കിൽ തോട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിവെക്കിലേക്ക് മെയിൻ റോഡിൽ ഉൾപ്പെടെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇത് ഒഴിവാക്കാൻ, ഇത്തരം അപകടം, ഇത്തരം ഖരമാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നഗരം വൃത്തിഹീനമാക്കുന്ന ഈ സംസ്കാരം ഒഴിവാക്കുവാൻ വേണ്ടി സർക്കാർ കാലാകാലങ്ങളിൽ പല സർക്കാരുകൾ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്യാരി ബാഗിൻ്റെ പ്ലാസ്റ്റിക്കിന് മാത്രമാണ് അവർ നിരോധനത്തിന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇത്ര മൈക്രോണിനകത്ത് വരുന്ന ക്യാരി ബാഗുകൾ ഉപയോഗിക്കാം, കത്തിച്ച് കളയാൻ പറ്റുന്നത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംവിധാനങ്ങളും കുറേ സ്കീമുകളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നൊക്കെ ഈ പറഞ്ഞ ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് നിരോധനമൊക്കെ കൊണ്ടുവന്നപ്പോഴും നമ്മുടെ പ്രൊവിഷൻ, നമ്മുടെ പലവ്യഞ്ജനം മേടിക്കുന്ന എല്ലാ സാധനവും, എല്ലാ കറിക്കൂട്ടുകളും വരുന്നത് ഓരോ പ്ലാസ്റ്റിക് കൂടിലാണ്. അതിനെക്കുറിച്ച് ഇന്ന് വരെ ഈ സർക്കാർ, മാറി വന്ന ഒരു സർക്കാരും അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊരു മാർഗം കണ്ടെത്തിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ ഖരമാലിന്യങ്ങളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക് തന്നെയാണ്. ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം നമ്മൾ മേടിക്കുന്ന കറി പൗഡറുകളിലെല്ലാം തന്നെ വരുന്നത് പ്ലാസ്റ്റിക് കവറുകളിലായിട്ടാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞിട്ട് ക്യാരി ബാഗ് മാത്രം നിരോധിച്ചതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. രണ്ട്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നുള്ളതിൻ്റെ കീഴിൽ വരുന്ന, ആ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന വകുപ്പിന് കീഴിൽ വരുന്ന ഈ കോർപ്പറേഷൻ
തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് എല്ലാ കേരളത്തിൽ നിന്നല്ല എല്ലായിടത്തും ഇത് അവരാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. കോർപ്പറേഷൻ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് ഓരോ വീട്ടുകാരിൽ നിന്നും, ഓരോ ഫ്ലാറ്റിൽ നിന്നും, അവിടെ ജീവിക്കുന്നവരിൽ നിന്നും എല്ലാം തന്നെ TC വെച്ച്, ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ നമ്പർ വെച്ചിട്ട് വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തിന് എന്ന് ചോദിച്ചാൽ ലോകത്തെല്ലായിടത്തുമുള്ള നിയമവും അതിനുള്ള ന്യായീകരണവും ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഇത്തരം വേസ്റ്റുകൾ, ഇത്തരം മാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് വേണ്ട വിധത്തിൽ അതിനെ വൃത്തിയാക്കുക, നഗരം നല്ല ശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിന് വേണ്ടി കൂടെയാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ടാക്സ് കളക്ട് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പരിപോഷിപ്പിക്കാനോ ശമ്പളം കൊടുക്കാനോ വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വേസ്റ്റ്, ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ മാറ്റി നഗരവും നഗരജീവിതവും എല്ലാം വളരെ സംശുദ്ധമായിട്ട് ശുദ്ധിയുള്ള രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആശയത്തിൻ്റെ പേരിലാണ് ഈ ടാക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയേണ്ടത് കോർപ്പറേഷന് തന്നെയാണ്. പിന്നെ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഭാഗത്ത്, റെയിൽവേയുടെ ട്രാക്കിന് അടിയിൽ വരുന്ന ഈ പറഞ്ഞ ഓട പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ റെയിൽവേക്കാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു വകുപ്പായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ മേലുദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്, അതായത് ജില്ലകളിലെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ അവരുടെ ഭാഗത്ത് വരുന്ന ഓട വൃത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള ഓടയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് റെയിൽവേ എന്തായാലും അവിടെ പെർമിഷൻ കൊടുക്കില്ല, അനുവാദം കൊടുക്കില്ല അവിടെ വൃത്തിയാക്കാൻ എന്ന് പറയുന്നതിലുപരി അത് കളക്ടറുടെ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് ആക്ഷേപിക്കുന്നതിന് പകരം ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ളൊരു ഏകീകരണം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അപകടം എന്നുള്ളതിലുപരി ഇങ്ങനൊരു മനുഷ്യജീവൻ പൊലിയേണ്ടി വന്നു, ഒരു മനുഷ്യജീവൻ കവർന്നുപോയി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു, അതിനുശേഷമാണ് നമ്മളിത് ചിന്തിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് എത്രയെങ്കിലും മുന്നോക്കം പോയിരിക്കുന്നു ലോകവും ലോകത്തെ സംസ്കാരവും എല്ലാം തന്നെ. അപ്പോഴാണ് നമ്മളിപ്പോഴും പ്രാചീന കാലത്തെ രീതിയിലുള്ള വൃത്തിയാക്കൽ, ഓടയും തോടും കനാലും ഒക്കെ വൃത്തിയാക്കുന്നതിനെ കുറിച്ചുള്ള രീതികൾ നമ്മൾ അവലംബിക്കുന്നത്. യഥാർത്ഥത്തിൽ വലിയ വികസിത രാജ്യങ്ങളെന്നുള്ളതല്ല. ഇവിടെ ബാങ്കോക്ക് എന്ന് പറയുന്ന തായ്ലൻഡിലും ദുബായിലും ഉൾപ്പെടെ കനാലുകളും കായലുകളും കടലും ഉൾപ്പെടെ തന്നെ വളരെ ലക്ഷറി ക്രൂയിസ് പോലുള്ള ബോട്ടുകളും ഷിപ്പുകളും ഉപയോഗിച്ച് ഈ പറഞ്ഞ ഖരമാലിന്യം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ്, ചെരുപ്പ്, കൊട തുടങ്ങിയ അങ്ങനെയുള്ള വേസ്റ്റുകൾ, വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന ഇത്തരം വേസ്റ്റുകളെല്ലാം തന്നെ, ഇത്തരം മാലിന്യങ്ങളെല്ലാം തന്നെ സക്ക് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുന്ന, ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിനകത്ത് രാജ്യം സാമ്പത്തികമായി മുന്നോക്കം പോകണം എന്നുള്ള കാരണങ്ങളൊന്നും തന്നെ ആരും തന്നെ പറയുന്നില്ല. പക്ഷേ നഗരവും ജീവിതവും എല്ലാം, മനുഷ്യ ജീവിതവും എല്ലാം തന്നെ വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ട്, അത് മലീമസമാകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് എല്ലാ സർക്കാരുകളും, എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ ഇത്തരത്തിൽ കടലും കായലും തോടുകളും ഓടയും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനം നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിവിടെ ഒരു ജോയിയെ പോലുള്ള ഒരാളെ കൊന്നിട്ട് നമ്മളിന്ന് അത് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട്. പൊതുസമൂഹം വളരെ കെയർലെസ് ആയിട്ട്, വളരെ റെക്ലെസ് ആയിട്ട്, യാതൊരു ഉത്തരവാദിത്വ ബോധമോ യാതൊരു സാമൂഹിക ബോധമോ ഇല്ലാതെ തൻ്റെ വീട്ടിലുള്ള വേസ്റ്റെല്ലാം എടുത്ത്, അത് ഭക്ഷ്യ വേസ്റ്റ് ആണെങ്കിലും ഖരമാലിന്യമായാലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഈ പറഞ്ഞ വീട് പണിയിൽ നിന്ന് വരുന്നതോ വീട് മെയിൻ്റനൻസിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഡെബ്രീസ്, അങ്ങനെയുള്ള ചപ്പ് ചവറുകളെല്ലാം തന്നെ വൃത്തിയാക്കുന്ന ഒരു സംവിധാനം, വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സംവിധാനം, വേസ്റ്റെല്ലാം തന്നെ കൃത്യമായി ഇന്നിടത്ത് എത്തിക്കണം എന്നുള്ള ഒരു സംവിധാനം, ഇതെല്ലാം മുനിസിപ്പാലിറ്റിയോ നിയമങ്ങളോ LSGD നിയമങ്ങളോ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കൃത്യമായി പാലിക്കപ്പെടുവാൻ നമ്മുടെ ഈ പറഞ്ഞ സർക്കാരിൻ്റെ ഏജൻസികൾക്ക്, ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെയുള്ള പൗരന്മാർ തന്നെ പൊതുവായ ഒരു ധാരണയിലെത്തിയാൽ അവർ തന്നെ അങ്ങനെ ഞാൻ ചെയ്യരുത്, ഇത് വലിയ അപകടങ്ങളുണ്ടാകും, ഈ ജോയിയെ പോലുള്ള മനുഷ്യർ കൊല്ലപ്പെടും എന്നുള്ളൊരു ചിന്ത ഇനിയെങ്കിലും മനുഷ്യരിൽ നിന്നും അതുണ്ടായില്ലെങ്കിൽ
ഇത്തരം അപകടങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകും. ഇതെന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ, കളക്ടറുടെ കീഴിൽ കൊണ്ടുവരേണ്ടതാണ് ഇത്തരത്തിലുള്ള സംഭവം. അതുകൂടാതെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റി ചെയ്യണം, റെയിൽവേയുടെ ഉത്തരവാദിത്വവും ചെയ്യണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട ഒരു സാഹചര്യമല്ല. ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഇതിനകത്ത് ഇടപെടണം. അതിന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ തന്നെ വകുപ്പുകളെ വിളിച്ചിട്ടുണ്ട്. അവർ അതിനകത്തൊരു ധാരണ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ജോയി പോലുള്ള ഒരാളുടെ കൊലപാതകത്തിന് ഇനി കേരളത്തിലെ ഒരു നഗരത്തിലും സാക്ഷിയാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്.